ഇന്ത്യയിലെ പിന്നാക്ക സമുദായങ്ങളുടെ സമകാലിക ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജാതി സെൻസസ് നടത്തണമെന്ന്. എന്നാൽ ജാതി സെൻസസ് നടത്തിയാൽ ഹിന്ദുക്കളെ അത് വിഘടിപ്പിക്കും എന്ന തൊടുന്യായം പറഞ്ഞ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ അതിന് എതിരെ നിൽക്കുകയായിരുന്നു. മറിച്ചാണെങ്കിൽ രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരാവശ്യമായിരുന്നു ഈ ജാതി സെൻസസ്. അപ്പോൾ നമുക്ക് ജാതി സെൻസസിന് പിന്നിലെ ജാതി രാഷ്ട്രീയം പരിശോധിക്കാം. വെൽക്കം ടു വിവേക് വ്യൂസ്. എന്തായാലും ഏറ്റവും ഒടുവിൽ ജാതി സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങേയറ്റം അഭിനന്ദനീയവും സ്വാഗതാർഹവുമായ ഒരു തീരുമാനമാണ്. അടുത്ത പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസ് കൂടി നടത്താനാണ് കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന കേന്ദ്ര മന്ത്രിസഭയുടെ കീഴിലുള്ള രാഷ്ട്രീയ കാര്യ ഉപസമിതി തീരുമാനിച്ചിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്ന ആദ്യ ജാതി സെൻസസ് ആയിരിക്കും അത്. നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒന്നാണ് ഈ ജാതി സമ്പ്രദായം. ഈ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതി സമ്പ്രദായം ഉരുത്തിരിഞ്ഞത് എന്നൊക്കെ പറയുമെങ്കിൽ പോലും അതിൻ്റെ പേരിൽ പിന്നാക്ക വിഭാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കൊടിയ അനീതികളും അകറ്റി നിർത്തലുകളും ഒക്കെ ഒന്നും എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല. ഹിന്ദു സമൂഹം എന്നത് ആയിരക്കണക്കിന് ഉപജാതികളുള്ള ഒരു കൂട്ടമാണ്. അധികാരത്തിൻ്റെ എല്ലാ ശ്രേണികളിലും ഒരു കാലത്ത് ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. എന്തിനേറെ പറയുന്നു, താഴ്ന്ന ജാതിക്കാർക്ക് പ്രാഥമിക ആവശ്യമായ വിദ്യാഭ്യാസം പോലും അനുവദിച്ചിരുന്നില്ല സ്വാതന്ത്ര്യത്തിനു മുമ്പ്. പിന്നീട് അവസരങ്ങൾ തുറന്നു കിട്ടിയപ്പോൾ വിദ്യാഭ്യാസം അടിസ്ഥാനമാക്കിയുള്ള എല്ലാ തൊഴിലിലും പിന്നാക്ക വിഭാഗക്കാർ ആർക്കും പിന്നിലല്ല എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടു. ഭരണഘടനാ സ്ഥാപനങ്ങളിലും ഹൈക്കോടതി, സുപ്രീം കോടതി ഇവിടങ്ങളിലൊക്കെ ഇപ്പം ഈ പറയുന്നെങ്കിലും പിന്നാക്ക വിഭാഗക്കാർക്ക് ഉയർന്ന താക്കോൽ സ്ഥാനങ്ങളിൽ പ്രവേശനം പലപ്പോഴും കിട്ടിയിട്ടില്ല. ഒരു ഈഴവൻ ഇതുവരെ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടില്ല. പിന്നാക്കക്കാർക്കൊക്കെ സംവരണം നൽകുന്നതിനെതിരെ ഉറഞ്ഞു തുള്ളുന്നവരുടെ എണ്ണമൊന്നും ഒട്ടും കുറവല്ല. ഇപ്പോഴും സുപ്രീം കോടതി പോലും ഈ അടുത്തിടയ്ക്ക് സംവരണം ആവശ്യത്തിനായിട്ടൊരു ഹർജി വന്നപ്പോഴത്തേക്ക് സംവരണം ആവശ്യമുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു രേഖ ആവശ്യമാണെന്ന് പറയുകയുണ്ടായി. പക്ഷെ അങ്ങനെ ഒരു രേഖ നിലവിലെ സാഹചര്യത്തിൽ കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഒരു ജാതി സെൻസസ് നടത്തിയാൽ മാത്രമേ അങ്ങനെ ഒരു രേഖ ഉണ്ടാവുകയുള്ളൂ. മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഈ ഒരു പ്രശ്നമില്ല. അവർ പിന്നാക്ക വിഭാഗക്കാരാണെങ്കിൽ പോലും അതെല്ലാം ഒരു മതമായതുകൊണ്ട് അവരുടെ ഡാറ്റ ലഭ്യമാണ്. എന്നാൽ എത്ര ഈഴവർ, നായർ എന്നുള്ളതൊന്നും ഡാറ്റ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ കണക്ക് നമുക്ക് എവിടെയും രേഖപ്പെടുത്തി ഒരു രേഖയായിട്ട് സമർപ്പിക്കാൻ സാധിക്കില്ല. SC ST വിഭാഗക്കാർക്കും ഈ പ്രശ്നമില്ല. അവർക്ക് സ്പെഷ്യൽ ഡാറ്റ നിലവിൽ ഉണ്ട്. കേന്ദ്ര സർക്കാർ ആദ്യം അനുകൂലമായിരുന്നില്ലെങ്കിൽ കൂടി അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചാണ് ഈ അടിയന്തര തീരുമാനത്തിലേക്ക് എത്താൻ അവരെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇനി കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അടിയന്തരമായി തന്നെ പൊതു സെൻസസ് എന്ന് നടപ്പിലാക്കുമെന്നും കൂടി പ്രഖ്യാപിക്കണം. കാരണം അവസാനമായി ഒരു പൊതു സെൻസസ് നടന്നത് 2011 പിന്നെ നടക്കേണ്ടിയിരുന്നത് 2021 അത് കോവിഡ് വ്യാപനം കാരണം നടന്നില്ല. അപ്പോൾ ഇനി ആ ഒരു ഡേറ്റിന് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്.